ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അങ്ങനൊന്നും പറയില്ല മോളെ. ഈ അമ്മാവൻ അറിയാതെ മോളോട് ദേഷ്യപ്പെട്ടതല്ലേ? സോറി പറയേണ്ടത് അമ്മാവനാ. അമ്മാവനല്ലേ മോളെ കരയിപ്പിച്ച? കരയല്ലേ? വാ വാ ഇരുന്നേ. സോറി ചക്കരെ. നല്ല ഒന്നാം തരോട്ട് ഞാൻ പഠിപ്പിച്ചു തരാം. അമ്മേ, നമുക്ക് കുഞ്ഞിനെ വല്ല ഡാൻസ് സ്കൂളിലും ചേർക്കാം. അതൊന്നും ശരിയാവത്തില്ല. ഈ കണ്ടവന്മാരൊന്നും പഠിപ്പിച്ചാൽ ശരിയാവത്തില്ല. അല്ല, ആ സ്കൂളിൽ കൊടുക്കുന്ന ഫീസ് എനിക്ക് എന്നാ മതി. ഞാൻ പഠിപ്പിച്ചു കൊടുത്തോളാം ഡാൻസ്. പ്രേമ നൃത്തം, നാടോടി നൃത്തം, ഡപ്പാങ്കൂത്ത്, ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി എന്ന് വേണ്ട എല്ലാ ഡാൻസും എനിക്കറിയാം. അതെ, നോക്കിയോ, ഇതാണ് തരികിട നാട്യം. നോക്കിയോ, ഇത് നല്ല ഒന്നാം തരോട്ട് ഞാൻ പഠിപ്പിച്ചു തരാം. എനിക്ക് അച്ഛമ്മയുടെ ഒരു നാട്യവും പഠിക്കണ്ട. എന്താ എന്റെ നാട്യത്തിന് കുഴപ്പം? തഞ്ചാവൂരിലും നാഗപട്ടണത്തിലും ഒക്കെ പോയി നൃത്തം ചെയ്തിട്ടുള്ളവളാ ഈ കൊച്ചമ്മണി. എന്നെ പഠിപ്പിക്കാൻ വരുന്നു. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, താഴെ കിടന്ന് വളർന്നോളണം, കേട്ടല്ലോ? കുഞ്ഞിന് വഴക്ക് പറയല്ലമ്മേ, അവള് കൊച്ചല്ലേ. കൊച്ച് എനിക്കിത്തിരി പുന്നാരം കുറവാ. പോട്ടെ മോളെ. ദേ അമ്മാവൻ വന്നല്ലോ, അമ്മാവനോട് പറഞ്ഞാ മതി മോളെ ഡാൻസ് സ്കൂളിലാക്കും. ചെല്. അമ്മാവ, എനിക്ക് ഡാൻസ് പഠിക്കണം. എന്നെ ഡാൻസ് സ്കൂളിൽ ചേർക്കോ? എനിക്കിപ്പോ അതല്ലേ പണി. ഡാൻസ് സ്കൂള്. മനുഷ്യൻ ഇവിടെ തല പുകഞ്ഞു വരുമ്പോഴാ അവളുടെ ഒരു ഡാൻസ് പഠിത്തം. ഒരു സ്വസ്ഥനും തലത്ത് വീടും. അയ്യോ, മോള് കരയല്ലേ? അമ്മമ്മ, ഇവനെന്താ ഈ കാർക്കോടക രൂപത്തില്? അങ്ങാടി തോറ്റതിന് അമ്മയുടെ നേരെ എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളു. അതിപ്പോ ഇവിടെ ഒരു കാര്യമില്ലാതെ കൊച്ചിന്റെ നേരെ പോട്ട് കേട്ടാ. അല്ല, നിങ്ങളുടെ മോൻ എന്ത് പറ്റില്ലാതെ പ്രാന്ത് പിടിച്ച? ഇത് അസൽ പ്രാന്ത് തന്നെ. ദണ്ട ചെറുക്കനെ വല്ല ഊളം പറയിലും കൊണ്ട് എന്നാക്ക്. നിർത്ത. നിങ്ങളല്ല ഞാനൊരു അമ്മയാ. മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നൊരമ്മ. വാ മോളെ, വാ. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. രാജുവിന്റെ അഡ്വൈസ് എനിക്ക് വേണ്ട. ഋതിക മാഡം എന്നോട് ഇങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ല. ഞാൻ എന്ത് ചെയ്തിട്ടാ എന്നോട് ഇങ്ങനെ വൈരാഗ്യം? അമ്മാവ, സോറി അമ്മാവ. എന്താ മോളെ, എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? എനിക്ക് ഡാൻസ് പഠിക്കണ്ട. അയ്യോ മോളെ, അങ്ങനൊന്നും പറയില്ല മോളെ. ഈ അമ്മാവൻ അറിയാതെ മോളോട് ദേഷ്യപ്പെട്ടതല്ലേ? സോറി പറയേണ്ടത് അമ്മാവനാ. അമ്മാവനല്ലേ മോളെ കരയിപ്പിച്ച? കരയല്ലേ? വാ വാ ഇരുന്നേ. സോറി ചക്കരെ. മോളെ, നാളെ തന്നെ അമ്മാവൻ ഡാൻസ് സ്കൂളിൽ ചേർക്കും. ഓക്കെ, നമുക്ക് നാളെ തന്നെ പോവാം.
എന്തിനാ രാധേ എനിക്ക് ഈ പപ്പടവട? അമ്മ ഇടയ്ക്ക് അങ്ങനെ ചായയും കാപ്പിയും ഒന്നും കുടിക്കുന്നില്ലല്ലോ. ഇരിക്കുന്ന കണ്ടപ്പോ എനിക്ക് സങ്കടം തോന്നി. എന്നാ പിന്നെ എന്തെങ്കിലും കുറിച്ചോണ്ടിരുന്നോട്ടെ എന്ന് കരുതി കൊണ്ടുവന്നതാ. രാധമ്മ വലിയ മനസ്സലിവുള്ളവളാ. എന്താ എനിക്കില്ലാത്തതും അതാ. അല്ല, എന്തെങ്കിലും ഒറ്റയ്ക്കിരുന്ന് ആലോചിച്ചോണ്ടിരുന്നേ? പഴയ കാര്യങ്ങളാ രാധമ്മേ. കട്ടിയേറിയ അനുഭവങ്ങളിലൂടെയല്ലേ കടന്നു വന്നത്. ഞാൻ രാധമ്മയെ പോലെയല്ല. ഞാൻ എന്റെ മൂപ്പർക്ക് ഒരു സ്വസ്ഥതയും കൊടുത്തിട്ടില്ല. അല്ല, അതിന്റെ കാരണം എന്താ? പുള്ളി ഒരു മണകൊണാഞ്ചനായിരുന്നു. ഒരു പിടിപ്പുമില്ല. മനുഷ്യരെ എല്ലാരും അങ്ങേരൊക്കെ പേടിയായിരുന്നു. ഉള്ളത് പറയണമല്ലോ, ഏറ്റവും കൂടുതൽ പേടി എന്നെയായിരുന്നു. അല്ല, എന്റെ അമ്മ പറഞ്ഞു തന്ന ഉപദേശമാണ് കെട്ടിയവനെ വരച്ച വരയിൽ നിർത്തണമെന്ന്. എന്റേത് കുറച്ച് കൂടുതലായിരുന്നു. ഓർക്കുമ്പം ചെറിയൊരു വിഷമം. പശുവിനെ പോലെ ഇപ്പൊ അയവിറക്കുന്നത് അതൊക്കെ തന്നെയാ. വരച്ചു കഴിഞ്ഞ മോളെ? ഇപ്പൊ തീരും. ആ, ധൃതി വെക്കണ്ട, പതുക്കെ മതി കേട്ടോ. ഞാൻ കൊണ്ടുവെക്കാം വേണ്ട, മാഡം. ഇങ്ങ് തന്നേക്ക്, ഞാൻ പിടിച്ചോളാം. ആ ശരി. ആ, സൂക്ഷിച്ച്. ശരി. ദാ, രാധമ്മ പറഞ്ഞ മിക്സി. അതാരാ മോളെ? അതിന്റെ ഡ്രൈവറാ രാധമ്മേ. മിക്സി നല്ല കമ്പനിയാ. രാധമ്മ നോക്കി. അതെന്തോന്ന്? ഇത് ഐഷുവിനുള്ള ഫ്രൂട്ട്സാ. ഞാൻ കൊടുത്തോളാം. കത്തുന്ന വിറക് പോലെ ഇവളുടെ മനസ്സ്. ശകല എണ്ണ ഒഴിച്ചു കൊടുക്കണം. എന്തായാലും പപ്പടവട ദാനം തന്നവളല്ലേ.